ജിനു എബ്രഹാമിൻ്റെ കഥയിൽ നവാഗതനായിട്ടുള്ള ഡാർവിൻ കുര്യാക്കോസ് അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്ന ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഡ്രാമ സിനിമയായിരുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ളത്. സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രത്തെ ടോവിനെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും സിനിമയ്ക്കുള്ളിൽ ഒരു 90 കാലഘട്ടങ്ങളിൽ നടന്ന ഒരു 2 മേജറായിട്ടുള്ള ക്രൈംസ് ആണ് കാണിച്ചു തരുന്നത്. ശേഷം അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാണ് അതൊക്കെ അന്വേഷിച്ചത്, അല്ലെങ്കിൽ ആ ഒരു അന്വേഷണ വഴിയിൽ ഈ ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ എന്തൊക്കെ അവസ്ഥകൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നൊക്കെ തന്നെ കാണിച്ചു തരുന്നതാണ്, അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് പശ്ചാത്തലത്തിൽ കാണിച്ചു തരുന്നതാണ് ഏകദേശം ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ച് പോകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിത്രം നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്നതും ഇഷ്ടപ്പെടുത്താതൊക്കെ ഇരുത്തുന്നതും. കാരണം എന്നുള്ളത് ഇത് സ്ഥിരം നമ്മൾ കാണുന്ന ടൈപ്പുള്ള ആ ഒരു ഡാർക്ക് ടോണിൽ കഥ പറയുന്ന ഒരു സൈക്കോ കില്ലറുള്ള, അല്ലെങ്കിൽ സൈക്കോ കില്ലർ ഓരോ കൊലപാതകങ്ങൾക്ക് ശേഷം ബൈബിൾ വാക്യങ്ങൾ എഴുതി വെച്ചിട്ട് പോകുന്ന ടൈപ്പുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയേ അല്ല. മറിച്ച് ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ചേരുന്നത് നമ്മൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട കണ്ണൂർ സ്ക്വാഡിൽ. അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്കറിയാം. അതിൻ്റെ കഥാപരിസരം എന്നതിലുപരിയായിട്ട് കുറച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ലൈഫാണ് പറഞ്ഞു തരുന്നത്. സെയിം ടൈപ്പ് സിനിമ തന്നെയാണ്. അതായത് ഇവിടെ കഥ എന്നതിലുപരിയായിട്ട് നമ്മളെ കാണിച്ചു തരുന്നത് ആ ഒരു കാലഘട്ടത്തിലെ ഒരു കേന്ദ്ര കഥാപാത്രം, ആനന്ദം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഒരു സബ് ഇൻസ്പെക്ടറാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുറച്ച് ടീമും നടത്തിയ കുറച്ച് അന്വേഷണങ്ങൾ, അതിലൂടെ അവർ നേരിട്ട പ്രശ്നങ്ങൾ, അത് അവർ പരിഹരിച്ച വിധങ്ങൾ എന്നൊക്കെയുള്ളതാണ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചു തരുന്നത്. സോ ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും. ഈ കണ്ണൂർ സ്ക്വാഡ് പോലുള്ള സിനിമകൾ ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തെ തോന്നിയിട്ടുള്ളത്. ഈ സിനിമയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയാൻ സാധിക്കുന്നത് ഇതിൻ്റെ ആ ഒരു കാസ്റ്റിംഗ് എന്നുള്ളൊരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു മലയാളത്തിലെ മികച്ച പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് താരനിരകളെ അണിനിരത്തിയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണിത്. കാരണം ഇതിൻ്റെ അകത്ത് ഒരു മിസ്കാസ്റ്റിംഗ് നമുക്ക് തോന്നുന്നില്ല. എല്ലാവരും വളരെ ഒരു ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ടൊവിനോ ആകട്ടെ, അതുപോലെ തന്നെ ഷമ്മി തിലകനാകട്ടെ, ബാബുരാജ് ആകട്ടെ, വിനീത് ആകട്ടെ, അതുപോലെ തന്നെ ഇന്ദ്രൻ ചേട്ടനുണ്ട്, അശോകൻ ചേട്ടനുണ്ട്, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട് കേട്ടോ. എല്ലാവരും ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ താരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സീനിയർ ആയിട്ടുള്ള താരങ്ങളെ മറിച്ച് അതിനും താഴെയുള്ള കുറച്ച് ചെറിയ ചെറിയ കഥാപാത്രങ്ങളൊക്കെ ചെറിയ സിനിമകളിലൊക്കെ വന്ന് ചെയ്യുന്ന കുറച്ച് കഥാപാത്രങ്ങളുണ്ടല്ലോ, അത് ചെറിയ ചെറിയ റോളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ പലപ്പോഴും കാണുന്ന ചില മുഖങ്ങൾ, അവരെയൊക്കെ വെച്ചുകൊണ്ട് അവിടെ കാലിബറൊക്കെ മൊത്തത്തിൽ പുറത്തെടുത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അത്തരത്തിൽ ഒരുപാട് നല്ല രീതിയിലുള്ള ഒരു കാസ്റ്റിംഗ്, അതായത് ഓരോരുത്തരുടെയും കാലിബർ അനുസരിച്ച് ഓരോ കഥാപാത്രങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് സംവിധായകനും കഥാകൃത്തിനും ഒക്കെ തന്നെ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളിടത്ത് തന്നെയാണ് സിനിമയുടെ ആദ്യത്തെ വിജയം എന്നുള്ളത്. കൂടാതെ ഈ സിനിമയുടെ ടെക്നിക്കൽ വശത്തെ പറ്റിയാണ് പറയേണ്ടത്. സിനിമ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു ക്ലാസ് ഫിലിം കാണുന്ന ഒരു ഫീല് തോന്നി. കാരണം ഇത് കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്കും നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും, വളരെ കൺവീൻസിങ് ആകുന്ന രീതിയിൽ, ഏതൊരു പ്രേക്ഷകനും കൺവീൻസിങ് ആകുന്ന രീതിയിലാണ് സിനിമയുടെ കഥ അവതരിപ്പിച്ചു പോകുന്നത്. അതിന് പ്രധാന ഘടകമായിട്ട് ഉണ്ടായിരുന്ന ചിത്രത്തിൻ്റെ മ്യൂസിക് വർക്കും അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫി കാഴ്ചയുമായിരുന്നു. മ്യൂസിക് വർക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് സന്തോഷ് നാരായണനാണ്. അതുപോലെ തന്നെ ഗൗതം ശങ്കറാണ് ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫി കാഴ്ചയും കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് വർക്കാണ് രണ്ടുപേരും കൊടുത്തിട്ടുള്ളത്. ആ രണ്ടുപേരുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് ഒരു, ഞാൻ പറഞ്ഞില്ലേ, സിനിമയോട് പ്രേക്ഷകർക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു കാരണവുമായി മാറിയിട്ടുണ്ട്. പിന്നെ ചിത്രത്തിൻ്റെ കഥ തിരക്കഥയിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഈ സിനിമ നൽകുന്നുണ്ട്. അതിനുള്ള കാരണം എന്നുള്ളത് സ്ഥിരം ടൈപ്പിലുള്ള രീതിയിലല്ലാത്ത ഒരു ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറിലുള്ള ഒരു കഥ പറച്ചിൽ നടത്തി എന്നുള്ളത് കൊണ്ടുമാണ്. ഓവറോൾ പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ സിനിമ നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ച് പോകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ ചിത്രം നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്നു ഇഷ്ടപ്പെടുത്താത്തതൊക്കെ തന്നെ. നിങ്ങളിപ്പോൾ ഒരു അഞ്ചാം പാതിരിയോ അല്ലെങ്കിൽ രാക്ഷസനോ പോലെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള മാജിക്കുകൾ, വലിയ വൗ ഫാക്ടർ ഒന്നും സൃഷ്ടിക്കുന്ന സിനിമയല്ല. ഓക്കെ, ഒരു സിമ്പിൾ ത്രെഡൊക്കെ ആയിട്ട് നമുക്ക് പലപ്പോഴും തോന്നും. അതിനുള്ള റീസൺ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. പക്ഷേ നമ്മൾ ഈ സിനിമ നോ ലാഗിങ്ങോടുകൂടി തന്നെയാണ് സ്റ്റാർട്ട് ടു എൻഡ് കണ്ടിരിക്കുന്നത്. അതിനുള്ള റീസൺസ് ഞാൻ പറഞ്ഞു. സിനിമയുടെ ഒരു മേക്കിംഗ് ശൈലി, അഭിനേതാക്കളുടെ മികച്ച പ്രകടനം, നമുക്ക് വളരെ കൺവീൻസിങ് ആകുന്ന രീതിയിൽ, അല്ലെങ്കിൽ സിനിമയോട് ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ, നമുക്ക് ഒരുപാട് അടുത്ത് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു കഥാപരിസരം, ഇതുകൊണ്ടൊക്കെയാണ് ഈ സിനിമ മികച്ചു നിൽക്കുന്നത്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ പ്രതീക്ഷ പോയി കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് കിട്ടാനും വരുന്നില്ല. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് നൽകിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണിത്. സോ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഞാനൊരു 7 out of 10 ആണ് നൽകുന്നത്, 10-7. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു സിനിമ ഫാമിലി ആയിട്ട് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായി
കാര്യമായിട്ടുള്ള സെക്ഷൽ കണ്ടന്റ് വയലൻസ് ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. എങ്കിലും ഇതൊരു ക്ലീൻ സർട്ടിഫൈഡ് പടമല്ല. ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കാണും, പക്ഷേ അതൊന്നും മുഖം ചൊളിക്കുന്ന രീതിയിലുള്ളതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഫാമിലിക്ക് ആയിട്ടിരുന്ന് കാണാനും സാധിക്കുന്ന ഒരു ചിത്രമാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് പങ്കുവെക്കുക. അടുത്തത് നമുക്ക് പ്രേമലു എൻ്റെ റിവ്യൂ ആയിട്ട് കാണാം.